കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം 498 പ്രകാരം ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ ഭാര്യയെ ശാരീരികമായി പീഡിപ്പിച്ചു, ശാരീരികമായിട്ടും മാനസികമായും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് വരിക. അപ്പോൾ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് കോടതി അല്ലെങ്കിൽ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഗ്രീവ്സ് ഹേർട്ട് എന്ന് പറയുന്നൊരു വേർഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഭാര്യയുടെ മരണത്തിന് വരെ കാരണമാകാവുന്ന രീതിയിലുള്ള ഒരു മുറിവ് ഭർത്താവിൻ്റെ വീട്ടുകാരോ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് വരിക. അപ്പോൾ ഒരു എന്താ പറയുക, മരണത്തിന് വരെ കാരണമാകാവുന്ന മുറിവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ എല്ലുകൾ, പല്ലുകൾ, മുഖത്തിൻ്റെ അസ്ഥികൾ, ഇതിനെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? ഒടിവ്, ചതവ് ഒക്കെയും സംഭവിക്കാറുണ്ടല്ലോ. അപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു അസ്ഥി ഒടിയുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒടിവിൻ്റെ കാഠിന്യം അറിയാൻ വേണ്ടിയിട്ട് എക്സ്റേ നമ്മൾ എടുക്കാറുണ്ട്. ഈ എക്സ്റേ റിപ്പോർട്ട് എന്ന് പറയുന്നത് 498 കേസിൻ്റെ ട്രയൽ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ക്രോസ് എക്സാമിനേഷൻ സമയത്ത് നമുക്കതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ വക്കീലിന് ഈ പെൺകുട്ടിയോട് ചോദിക്കുവാനായിട്ട് സാധിക്കും. പെൺകുട്ടിയോട് മാത്രമല്ല, പെൺകുട്ടിക്ക് അനുകൂലമായി മൊഴി കൊടുത്തിട്ടുള്ള വിറ്റ്നസ്സുകളോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അസ്ഥിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എക്സ്റേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു എവിഡൻസ് ആയിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് ഈ എക്സ്റേ റിപ്പോർട്ടും സാധാരണ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന എക്സ്റേ റിപ്പോർട്ട് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് എന്താണ് മാർഗം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ. എന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സ്റേ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ഓൺ ദ എക്സ്റേ ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്, ഡേറ്റ് ആൻഡ് ടൈം ഹാസ് ടു ബി ക്ലിയർലി വിസിബിൾ ഓൺ വൺ കോർണർ എന്നാണ് പറയണത്. അതായത് ഒരു എക്സ്റേ റിപ്പോർട്ടിൽ എന്തുണ്ടായിരിക്കണം? ആ പേഷ്യൻറ്റിൻ്റെ പേരുണ്ടാകണം, ഈ ഒടിവോ അല്ലെങ്കിൽ ചതവോ ഉണ്ടായിട്ട് എക്സ്റേ എടുക്കാനായിട്ട് വന്നിട്ടുള്ള ഡേറ്റ് ഉണ്ടാകണം, സമയവും അതിൽ എന്ത് ചെയ്യണം? വ്യക്തമായി രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്. അതായത് ഈ 498 കേസിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവിച്ചതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? 498 പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭാര്യ നമ്മുടെ വീട് വിട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം ഈ പെൺകുട്ടി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എതിർഭാഗത്തിന് അത് വളരെയധികം അവരെ കേസ് വിജയിക്കുവാനായിട്ട് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യ നമ്മുടെ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ ഉടൻ തന്നെ നിങ്ങൾ കോടതിയിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് ഫയൽ ചെയ്യുക, RCR ഫയൽ ചെയ്യുക. RCR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ തീയതി മുതൽ ഈ സ്ത്രീ നമ്മുടെ വീട്ടിലില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു എവിഡൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ തീയതിക്ക് ശേഷം ഈ പെൺകുട്ടി ശേഷമുള്ള ഒരു ഡേറ്റാണ് ഈ എക്സ്റേയുടെ റിപ്പോർട്ടിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിതൊരു കള്ളക്കേസാണ് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യുവാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ല? അതുകൊണ്ട് ആ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലാക്കാം. പലരും RCR ഫയൽ ചെയ്യുന്നത് ഭാര്യ പിണങ്ങി പോയി 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ഓൾസോ ഷോ വിച്ച് സൈഡ് ഈസ് ലെഫ്റ്റ് ഓർ റൈറ്റ്. ഈ മുറിവ് അല്ലെങ്കിൽ ഒടിവ് സംഭവിച്ചിരിക്കുന്നത് ശരീരത്തിൻ്റെ ഇടത് ഭാഗത്താണോ വലത് ഭാഗത്താണോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. മൂന്നാമതായിട്ട്, ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദി ഡോക്ടർ ഈസ് റിക്വയർഡ് ഫോർ എക്സ്റേ. എക്സ്റേ എടുക്കുവാനായിട്ട് ഡോക്ടറുടെ എന്ത് വേണം? പ്രിസ്ക്രിപ്ഷൻ മസ്റ്റാണ്. അതും കോടതിയിൽ ഹാജരാക്കണം. നാലാമത്, ഫൈനൽ റിപ്പോർട്ട് ഓഫ് ദ എക്സ്റേ ഷുഡ് ഓൾസോ ബി ഗിവൺ ബൈ ദി ഡോക്ടർ. ഫൈനൽ റിപ്പോർട്ട്, എക്സ്റേയുടെ ഫൈനൽ റിപ്പോർട്ട് എന്ത് ചെയ്യണം? ഷുഡ് ഓൾസോ ബി ഗിവൺ ബൈ ദി ഡോക്ടർ. കൂടാതെ ദിസ് റിപ്പോർട്ട് ഹാസ് ടു ബി ഓൺ ദി ലെറ്റർ ഹെഡ്. ഡോക്ടറിൻ്റെ ലെറ്റർ ഹെഡിലുള്ള ഒരു റിപ്പോർട്ടാകണം കൊടുക്കേണ്ടത്. അഞ്ചാമത്തെ പോയിന്റ്, ദ ഡോക്ടർ ഹാസ് ടു സൈൻ ദ റിപ്പോർട്ട് പേഴ്സണലി, ഓതറൈസിങ് ദാറ്റ് ഹി ഹാസ് സീൻ ദ എക്സ്റേ ഹിംസെൽഫ് ആൻഡ് ഹാസ് പ്രിപ്പയർഡ് ദി റിപ്പോർട്ട് ഹിംസെൽഫ് എന്ന് പറയുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് എന്ത് ചെയ്യണം? ഡോക്ടറിൻ്റെ സൈൻ വേണം.
ഈ സൈൻ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒരു കാരണവശാലും അനുവദിക്കില്ല, അതൊരു എവിഡൻസ് ആയിട്ട് സ്വീകരിക്കില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഡോക്ടറുടെ സൈൻ എന്ന് പറയുന്നത് ഒറിജിനൽ ആണെന്ന് അറിയണമെങ്കിൽ അത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആവാൻ പാടില്ല. ഡോക്ടറുടെ ശരിക്കും കൈ കൊണ്ടുള്ള ഒപ്പാകണം. സീല് നിർബന്ധമാണ്. പിന്നെ ഈ സംഭവം ഈ എക്സ്റേ എന്ന് പറയുന്നത് ഡോക്ടർ സ്വയം കണ്ടിട്ടുണ്ട് എന്നുള്ളതും ആൻഡ് ഹാസ് പ്രിപ്പയർഡ് ദി റിപ്പോർട്ട് ഹിംസെൽഫ്, അദ്ദേഹം സ്വയം പ്രിപ്പയർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് എന്നുള്ളതും അതിലുണ്ടായിരിക്കണം. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു എക്സ്റേ റിപ്പോർട്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു എക്സ്റേ റിപ്പോർട്ടാണ്. നമുക്ക് 191, 192 IPC സെക്ഷൻസ് പ്രകാരം അതൊരു ഫോൾസ് എവിഡൻസ് ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർക്കെതിരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കുവാനായിട്ട് സാധിക്കും, അയാളുടെ ജോലി കളയുവാനും സാധിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷെ കാർ ആക്സിഡൻറ്റിൽ തെറ്റായ റിപ്പോർട്ട്, ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുള്ള കാര്യവും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കുക. അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ 498 പ്രകാരം ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അതിനെ നിരീക്ഷിക്കുക. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.